എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ +1 ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയ്ക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഈ ചാപ്റ്ററിൽ നിന്നും ആദ്യമായി നോക്കേണ്ടത് എക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കേണ്ടതാണ്. എക്സാമ്പിൾസ് തന്നിട്ട് ചിലപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം എക്കണോമിക് ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും എക്സാമ്പിൾ അടക്കം പഠിച്ചു വയ്ക്കുക. പിന്നെ നോക്കേണ്ടത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കേണ്ടത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഏതെങ്കിലും ഒരു 4 എണ്ണം പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്സിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടത് ഇൻഡസ്ട്രിയും കൊമേഴ്സും. അതിൽ ഇൻഡസ്ട്രിയുടെ ഭാഗം എടുത്ത് ചോദിക്കാറുള്ളതാണ്, എക്സാമ്പിൾ അടക്കം എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാൻ. അപ്പോൾ ഇൻഡസ്ട്രി എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ അടക്കം പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ചാർട്ട് നന്നായിട്ട് പഠിക്കേണ്ടതാണ്, ചാർട്ടും വരയ്ക്കാൻ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ്, ഓക്സിലറീസ് ടു ട്രേഡ്. അതിൽ ഒരു 6 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർ ഹൗസിങ്, അഡ്വർടൈസിങ്. ഇതിൽ ഓരോന്നും റിമൂവ് ചെയ്യുന്ന ഹിൻഡ്രൻസ് ഏതാണെന്നുള്ളത് നന്നായി പഠിക്കണം. കാരണം എല്ലാ വർഷവും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നന്നായി എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ് റിസ്ക്കും കോസസ് ഓഫ് ബിസിനസ് റിസ്ക്കും. കഴിഞ്ഞ വർഷവും എക്സാമിന് ചോദിച്ചതാണ്. ഏതെങ്കിലും 5 കോസസ് എഴുതാൻ ചോദിച്ചിരുന്നു. ബിസിനസ് റിസ്ക് എന്താണെന്നും ചോദിച്ചിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ്, ചാപ്റ്റർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൽ 5 ഫോംസാണ് പഠിക്കാനുള്ളത്. സ്ഥിരം ചോദിക്കാറുള്ളതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പും. അത് രണ്ടും വിട്ട് കളയരുത്. കഴിഞ്ഞ വർഷം സോൾ പ്രൊപ്പറേറ്റർഷിപ്പും അതിൻ്റെ ഫീച്ചേഴ്സും എക്സാമിന് ചോദിച്ചിരുന്നു. പിന്നെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കോ പാഴ്സണേഴ്സ്, കർത്ത, ഈ വേർഡുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും പഠിച്ചു വെക്കണം. അത് 1 വേർഡിനും മാച്ച് ദി ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ്, അതിൽ നോക്കേണ്ടത് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സ്, ടൈപ്സ്, ഈ 3ഉം പഠിച്ചു വെക്കുക. അതും എക്സാമിന് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വയ്ക്കണം. ഇതൊക്കെ 1 വേർഡിനും 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ലാസ്റ്റ് ആ ചാപ്റ്ററിൽ നിന്നും നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. അതും നന്നായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, ചാപ്റ്റർ 3 പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിലെ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. പിന്നെ ഗവൺമെൻറ് കമ്പനിയുടെ ഫീച്ചേഴ്സൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആ 3 എണ്ണം ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്, പബ്ലിക് കോർപ്പറേഷൻസ് ഓർ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, ഗവൺമെൻറ് കമ്പനി, ഈ 3ഉം നന്നായി പഠിക്കുക. അതിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിനും ഗവൺമെൻറ് കമ്പനിക്കും ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടുതൽ നൽകുക. 4ാമത്തെ ചാപ്റ്റർ ബിസിനസ് സർവീസസ്. ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. പ്രൈമറി ഫങ്ഷൻസും ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസും ഉണ്ട്. അത് രണ്ടും നന്നായി പഠിച്ചു വെക്കുക. അതുപോലെ പഠിക്കേണ്ട ഒന്നാണ് ഈ ബാങ്കിങ്ങും അതിൻ്റെ ബെനിഫിറ്റ്സും. ഈ ബാങ്കിങ്ങും അതിൻ്റെ ബെനിഫിറ്റ്സും കഴിഞ്ഞ വർഷവും ചോദിച്ചതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായി പഠിക്കുക. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ സ്ഥിരമായിട്ട് വരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾസും എല്ലാ വർഷവും എസ്സേ ആയിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എസ്സേ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതെന്തായാലും ഈ തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് നന്നായി എല്ലാവരും പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ മറീൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്. അതൊക്കെ സെപ്പറേറ്റ് 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. ചാപ്റ്റർ 5 എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്. ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്, B2B കൊമേഴ്സ്, B2C കൊമേഴ്സ്, ഇൻട്രാ ബി കൊമേഴ്സ്, C2C കൊമേഴ്സ്. അത് എക്സാമിന് ഏതെങ്കിലും 2 എണ്ണം ചോദിക്കാറുള്ളതാണ്. അതുപോലെ പഠിക്കേണ്ടതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്സും ലിമിറ്റേഷൻസ് ഓഫ് ഈ ബിസിനസ്സും. അതും പഠിച്ചു വെക്കേണ്ടതാണ്. 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഇത്രയും ഭാഗങ്ങളാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. ഇനി അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.